ഹായ് ജീനിയസ് ഫാമിലി. 2025 ജെഇ മെയിൻ ഫേസ് 1 അവസാനിച്ചു. ഫേസ് 2ലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഫേസ് 1ലെ ലേണിങ്സ് ഫേസ് 2ൽ എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ കെമിസ്ട്രി എന്നുള്ള സബ്ജക്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ചില ടോപ്പിക്കുകളെല്ലാം കൂടുതലായി ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു ടോപ്പിക്കാണ് കെമിക്കൽ കൈനറ്റിക്സിലെ ഗ്രാഫുകൾ എന്ന് പറയുന്നത്. സോ കെമിക്കൽ കൈനറ്റിക്സിലെ എല്ലാ ഗ്രാഫുകളും നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അതിനു മുൻപ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ്, സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ഇക്വേഷൻസ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. Then we will go to graphs. സീറോ ഓർഡറിന്റെ കേസിൽ നമുക്കറിയാം റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ പവർ 0 എന്നാണ് വരിക. ദാറ്റ് മീൻസ് റേറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. സീറോ ഓർഡർ റിയാക്ഷനെ സംബന്ധിച്ച് റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷൻ, ഞാനിവിടെ RLE എന്ന് എഴുതിയിരിക്കുന്നത് റേറ്റ് ലോ ഇക്വേഷൻ ആണ്. ഇറ്റ് വിൽ ബി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ A0 മൈനസ് AT ഈസ് ഈക്വൽ ടു KT. ചിലർ R0 മൈനസ് RT ഈസ് ഈക്വൽ ടു KT എന്നൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഫൈൻ. സോ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് ഫൈനൽ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു KT എന്നുള്ളതാണ് സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷൻ. ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ A0/2K എന്നാണ് വരിക. അതുപോലെ ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A പവർ 1 എന്നാണ് നമുക്കിവിടെ റേറ്റ് ഇക്വേഷൻ ഉണ്ടാവാം. ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷനെ പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ln A0 മൈനസ് ln AT ഈസ് ഈക്വൽ ടു KT എന്ന് എഴുതാം. നമുക്കറിയാം ln A മൈനസ് ln B എന്ന് പറഞ്ഞാൽ ln A/B അല്ലേ. നമുക്ക് ആ ലോഗരിതമിക് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ln A0/AT ഈസ് ഈക്വൽ ടു KT എന്ന് എഴുതാം. ഞാനിവിടെ ln A0 മൈനസ് ln ATനെ ln A0/AT എന്ന് എഴുതിയെന്ന് മാത്രം. ഇനി ln നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നാച്ചുറൽ ലോഗരിത്തെ നമുക്ക് കോമൺ ലോഗരിത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെയൊക്കെ 2.303 കോമൺ ആയിട്ട് വരും. ആ ഫാക്ടർ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു മാത്രം. സോ ലോഗ് A0 മൈനസ് ലോഗ് AT ഈസ് ഈക്വൽ ടു KT/2.303 എന്ന് വരും. ഇവിടെയും എനിക്ക് ലോഗരിതമിക് റൂൾ അപ്ലൈ ചെയ്യാം. ലോഗ് A0 ബൈ ലോഗ് AT എന്ന് എനിക്ക് ഇതിനെ എഴുതാവുന്നതാണ്. ഈസ് ഈക്വൽ ടു KT/2.303. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷനെ പല ഫോർമാറ്റുകളിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഇക്വേഷൻ ഈസ് ഹാഫ് ലൈഫ് ഇക്വേഷൻ. നമുക്കറിയാം ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ 0.693 അല്ലെങ്കിൽ ln2/K എന്നാണ് വരിക. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് ഗ്രാഫുകളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് പലതരത്തിലുള്ള ഗ്രാഫുകൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. NCERTയിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫുകളുടെ എണ്ണം ലിമിറ്റഡ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ജെഇ എക്സാമിന് ചോദിക്കുന്ന ഗ്രാഫുകൾ NCERTയിലെ ഗ്രാഫുകൾ തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ ഈ ഇക്വേഷൻസിനൊക്കെ ബേസ് ചെയ്ത് ഏത് തരത്തിലും ഒരു ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഗ്രാഫിന്റെ ക്യാരക്ടേഴ്സിനെ പറ്റി നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. സോ നമുക്കിത് ഒരു സീറോ ഓർഡറിന്റെ ഗ്രാഫുകളെല്ലാം ഒന്ന് വരച്ചു നോക്കാം. ഞാനിവിടെ ഗ്രാഫുകൾ എടുത്തേക്കുന്നത് നോക്കുക. റേറ്റ് വേഴ്സസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ റേറ്റ് വേഴ്സസ് ടൈമിന്റെ ഒരു ഗ്രാഫ് ഉണ്ട്. പിന്നെ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈമിന്റെ ഒരു ഗ്രാഫ്, ഹാഫ് ലൈഫിന്റെ ഒരു ഗ്രാഫ്. 3 ഗ്രാഫുകളാണ് സീറോ ഓർഡറിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഗ്രാഫുകൾ എന്ന് പറയുക. സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നിലേക്കും നമുക്ക് ചെന്ന് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് റേറ്റ് വേഴ്സസ് കോൺസെൻട്രേഷൻ ഗ്രാഫ്. നമുക്ക് സീറോ ഓർഡറിന്റെ ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കി, റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അത് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ റേറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടുത്തെ ഗ്രാഫ് വരിക ഇത് ഇങ്ങനെയായിരിക്കും. സോ ഞാനൊന്ന് തിക്നെസ് കൂട്ടി വരച്ചേക്കാം. സോ ദ ഗ്രാഫ് വിൽ ബി ജസ്റ്റ് ലൈക്ക് ദിസ്. ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഗ്രാഫ്. സോ റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കോൺസെൻട്രേഷനും ടൈമിനും അനുസരിച്ച് റേറ്റ് മാറുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഐഡിയ. ഒന്നാമത്തെ ഗ്രാഫ്. 2 കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ്. അപ്പോൾ കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷനിൽ ഉണ്ടാവുക. A0 മൈനസ് AT ഈസ് ഈക്വൽ ടു KT എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഞാൻ ഇതിനകത്ത് ATനെ വലത് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. സോ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവുക. AT ഈസ് ഈക്വൽ ടു A0 മൈനസ് KT എന്ന് വരും. നിങ്ങൾക്ക് കാണാം ഇത് y ഈസ് ഈക്വൽ ടു C മൈനസ് MX എന്നുള്ള ഫോമിലാണ്. y ഈസ് ഈക്വൽ ടു C മൈനസ് MX. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? ദിസ് ഗ്രാഫ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, ഒരു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ അത് ഇങ്ങനെ കുറഞ്ഞു പോകുന്നതായിട്ടാണ് നമ്മുടെ ഗ്രാഫ് വരിക. അപ്പോൾ ഇവിടെ 1-2 പോയിന്റുകൾ നമുക്ക് നോക്കാം. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ് A0. ഇത് എവിടെയാണോ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നത് ആ പോയിന്റിലാണ് നമ്മുടെ റിയാക്ഷൻ 100% കംപ്ലീറ്റ് ആവുക. അതുപോലെ തന്നെ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് ഈസ് -K. സ്ലോപ്പ് എന്ന് പറയുന്നത് -K ആണ്. നമുക്ക് ഇവിടെ കാണാം y ഈസ് ഈക്വൽ ടു C മൈനസ് MX എന്നുള്ള ഫോമാറ്റിലല്ലേ. സോ സ്ലോപ്പ് ഈസ് -K. ഇനി ഹാഫ് ലൈഫും ഇനിഷ്യൽ കോൺസെൻട്രേഷൻ തമ്മിലുള്ള റിലേഷൻ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം.
ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. ഹാഫ് ലൈഫും ഇനിഷ്യൽ കോൺസെൻട്രേഷൻ തമ്മിലുള്ള റിലേഷൻ ഹാഫ് ലൈഫ് ഈസ് ഇക്വൽ ടു A0/2K എന്നാണ്. സോ ഹാഫ് ലൈഫും ഇനിഷ്യൽ കോൺസെൻട്രേഷനും പ്രൊപ്പോർഷനിലാണ് നമുക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് y ഈസ് ഈക്വൽ ടു mx കൈൻഡ് ഓഫ് എ ഗ്രാഫ്. നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? ഇറ്റ് വിൽ ബി എ ഗ്രാഫ് സ്റ്റാർട്ടിങ് ഫ്രം 0 ആൻഡ് ഇൻക്രീസിങ്. ഇവിടുത്തെ സ്ലോപ്പ് എന്തായിരിക്കും വരിക? സ്ലോപ്പ് വിൽ ബി 1/2K. 1/2K ആയിരിക്കും നമ്മുടെ സ്ലോപ്പ്. ഇക്വേഷൻ വേണം നമുക്ക് വെരിഫൈ ചെയ്യാം. A0/2K എന്നല്ലേ? സോ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/2K ആണ്. അപ്പൊ നമ്മൾ 0 ഓർഡറിന്റെ എല്ലാ ഗ്രാഫുകളും നമ്മൾ അറിയേണ്ട എല്ലാ ഗ്രാഫുകളും നമ്മളൊന്ന് റിവൈസ് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് ഓർഡറിന്റെ ഗ്രാഫുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ക്വസ്റ്റ്യൻ നമുക്ക് എടുത്തു നോക്കാം. ഇത് 2025 JEE മെയിൻ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കാണാം, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഗ്രാഫ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി റെപ്രസെന്റ് സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗ്രാഫ് ഏതാണെന്നാണ് ചോദ്യം. നോക്കിക്കേ, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണോ? അല്ല, കോൺസെൻട്രേഷൻ കുറയാണ് വേണ്ടത്. കോൺസെൻട്രേഷൻ കുറയുന്നത് ഇതുപോലെ പരാബോളിക് അല്ലെങ്കിൽ ഹൈപ്പർബോളിക് ആയിട്ടാണോ കോൺസെൻട്രേഷൻ കുറയുക? അല്ല, കോൺസെൻട്രേഷൻ കുറയുന്നത് നമ്മളിപ്പോൾ കണ്ടു. കോൺസെൻട്രേഷൻ ഈസ് ഗ്രാജുവലി ഡിക്രീസിങ് ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ. സോ കോൺസെൻട്രേഷൻ ഇതാ ഇങ്ങനെ കുറയുന്നു എന്ന് പറഞ്ഞാൽ യെസ്, ദിസ് ഗ്രാഫ് ഈസ് കറക്റ്റ് അല്ലേ? അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇതേ റേറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, റേറ്റ് ഇസ് എ കോൺസ്റ്റന്റ് എന്നാണ് വരേണ്ടത്. റേറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. ബി വിൽ ബി അവർ കറക്റ്റ് ആൻസർ. നോക്കിക്കേ, ഡയറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫാണ് ഇത്. NCERT ഗ്രാഫുമാണ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ഓർഡർ ഗ്രാഫ്സ്. ഫസ്റ്റ് ഓർഡറിന്റെ നമ്മൾ ആദ്യമായി വരയ്ക്കുന്നത് റേറ്റ് വേഴ്സസ് കോൺസെൻട്രേഷൻ ഗ്രാഫാണ്. സോ നമുക്കറിയാം നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷൻ എങ്ങനെയാണ്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് ഇക്വേഷൻ നോക്കാം. റേറ്റ് ലോ ഇക്വേഷൻ വരിക റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് പവർ 1 എന്നാണ്. സോ നമുക്കറിയാം റേറ്റും കോൺസെൻട്രേഷനും പ്രൊപ്പോർഷനിലാണ്. സോ ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് വേഴ്സസ് കോൺസെൻട്രേഷൻ ഗ്രാഫ് വരിക ഇത് ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു K. കാരണം നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്നാണ് നമുക്ക് എഴുതുക അല്ലേ? സോ പവർ 1 വാല്യൂ. സോ നമുക്കറിയാം ഇത് y ഈസ് ഈക്വൽ ടു mx എന്നുള്ള ഫോമിലുള്ള ഗ്രാഫാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനി കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് നോക്കുക. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് കുറയുക, ബിക്കോസ് ഇറ്റ് ഇസ് ഇൻസൈഡ് എ ലോഗരിതമിക് ടേം. സോ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ A0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് കുറയും. പക്ഷേ നമ്മുടെ ഷേപ്പ് ഇതേപോലെ ഒരു കേർവ്ഡ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഹൈപ്പർബോളിക് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി എൻ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഗ്രാഫ്. ഇങ്ങനെയായിരിക്കും കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ഉണ്ടാവുക ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. നമുക്കിനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ളത് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫാണ്. സോ നമുക്ക് ഈ റിയാക്ഷൻസ് അല്ല, നമുക്ക് ഇക്വേഷൻസ് നമുക്ക് ഒന്ന് എഴുതി നോക്കാം. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടാവുക അല്ലെ? ln AT ഈസ് ഈക്വൽ ടു ln A0 മൈനസ് KT എന്നല്ലേ വരിക? ഇങ്ങനെയല്ലേ? സോ നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. ഞാനിവിടെ ആകെ ചെയ്തത് ഇതാ ഈ ടേം നമ്മുടെ ഈ ഇക്വേഷനകത്ത് ln AT ഇപ്പുറത്തേക്കും KT ഇപ്പുറത്തേക്കും കൊണ്ടുവന്നു. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? ഇത് ഇപ്പുറത്തേക്ക് വന്നു, ഇത് ഇപ്പുറത്തേക്ക് വന്നു. സോ ln A0 മൈനസ് KT ഈസ് ഈക്വൽ ln AT എന്നല്ലേ വരിക? അത് തന്നെയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. സോ ഞാനിവിടെ y ആക്സിൽ പ്ലോട്ട് ചെയ്യുന്നത് ln AT യും x ആക്സിൽ പ്ലോട്ട് ചെയ്യുന്നത് T യും ആണ്. നമുക്കിവിടെ കാണാൻ പറ്റും ദിസ് ഈസ് y ഈസ് ഈക്വൽ ടു C മൈനസ് MX ഫോമിലാണ് ഉണ്ടാവുക. അങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് വരച്ചാലോ? ഗ്രാഫ് വരയ്ക്കാം. നമ്മുടെ ഗ്രാഫ് ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവിടുത്തെ ഇന്റർസെപ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ln A0 ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഈസ് മൈനസ് K. സ്ലോപ്പ് ഇവിടെ മൈനസ് K ആയിരിക്കും. ഓക്കെ, അപ്പൊ ln AT വേഴ്സസ് ടൈം ഗ്രാഫ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ ln മാറി log AT എന്നായി എന്ന് വിചാരിക്കുക. നാച്ചുറൽ ലോഗരിതം പകരം കോമൺ ലോഗരിതം ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ln A0 പകരം log A0 നിന്നായിരിക്കും നമ്മുടെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ദ സ്ലോപ്പ് വിൽ ബി മൈനസ് K/2.303. ഓക്കെ, നാച്ചുറൽ ലോഗരിതം, കോമൺ ലോഗരിതം, കൺവേർഷൻ ഫാക്ടർ ആയിട്ടുള്ള 2.303 ഇവിടെ Kന്റെ ഡിനോമിനേറ്റർ ആയിട്ട് ഉണ്ടാവും ഇൻ ദ സ്ലോപ്പ് വാല്യൂ. ഇനി നമുക്കിതാ നമ്മുടെ ഇതേ ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ln A0/AT ഈസ് ഈക്വൽ ടു KT എന്നുള്ള ഇക്വേഷൻ ഇല്ലേ? നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. യു ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് ദിസ് ഇക്വേഷൻ. ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് നോക്കാം.
y ഈസ് ഈക്വൽ ടു mx എന്നുള്ള ഫോമിലാണ് നമ്മുടെ ഈ ഗ്രാഫ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇക്വേഷൻ ഉള്ളത്. സോ നോക്കിക്കേ, y ആക്സിൽ ഞാൻ ln a0/at എടുക്കുന്നു, x ആക്സിൽ ഞാൻ ടൈം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ രണ്ട് ടേമുകളും പ്രൊപ്പോർഷനിലാണ്. നമ്മുടെ ഗ്രാഫ് ഉണ്ടാവുക ദേ ഇങ്ങനെയായിരിക്കും. ഇവിടുത്തെ സ്ലോപ്പ് എന്തായിരിക്കും വരിക? സ്ലോപ്പ് ഈസ് k. ഇവിടുത്തെ സ്ലോപ്പ് k ആയിരിക്കും. ഇനി അതിന് പകരം നമ്മൾ log a0/at ഫോമിലേക്ക് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരൊറ്റ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇവിടെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് വിൽ ബി k/2.303. നാച്ചുറൽ ലോഗരിതം, കോമൺ ലോഗരിതം, കൺവേർഷൻ ഫാക്ടർ ആയിട്ടുള്ള 2.303 കൂടി വരുമെന്ന് മാത്രം. നോക്കുക, ഫസ്റ്റ് ഓർഡറിന്റെ ഗ്രാഫുകൾ നമുക്ക് ഈ ഫോർമാറ്റിലൊക്കെ റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. അവസാനത്തെ ഗ്രാഫിലേക്ക് നമുക്ക് പോകാം. ദാറ്റ് വിൽ ബി ഹാഫ് ലൈഫ് ഗ്രാഫ്. സോ നമുക്കറിയാം ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ എങ്ങനെയാ? 0.693 ഡിവൈഡഡ് ബൈ k. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇനിഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് ഹാഫ് ലൈഫിന് യാതൊരു കണക്ഷനുമില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. സോ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്തുമായിക്കോട്ടെ, ഹാഫ് ലൈഫ് വാല്യൂ വിൽ ബി എ കോൺസ്റ്റന്റ്. ഹാഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനിഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് ഇത് ഡിപ്പെൻഡന്റ് ആയിരിക്കുകയില്ല. ഓക്കെ, എഗെയിൻ 2025 ജെഇ മെയിൻ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ എടുക്കാം. ഈ ചോദ്യം നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം രണ്ട് ഗ്രാഫുകളാണ്. ഇതിനകത്ത് ഏതൊക്കെ ഗ്രാഫുകളാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. നോക്കുക, ഇറ്റ് ഈസ് വാലിഡ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് വാലിഡ് ആണോ? ഹാഫ് ലൈഫ് വേഴ്സസ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഗ്രാഫ് ഒരു കോൺസ്റ്റന്റ് ഗ്രാഫാണ്, നമ്മൾ കണ്ടു. ഹാഫ് ലൈഫ് വേഴ്സസ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഗ്രാഫാണ്. ദാറ്റ് മീൻസ് ഈ ഒന്നാമത്തെ ഗ്രാഫ് കറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്, ഒരു തെറ്റുമില്ല. രണ്ടാമത്തെ ഗ്രാഫ് നോക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്നത് log r/r0 എന്നുള്ള ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഈ ഗ്രാഫ് വരച്ചിരുന്നു, പക്ഷെ നമ്മളത് വരച്ചത് ഇങ്ങനെയല്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? log r0 - log r ഈസ് ഈക്വൽ ടു kt എന്നായിരുന്നു. നമ്മൾ ഇതിനെ എഴുതുമ്പോൾ kt/2.303 കൂടി ഉണ്ട്. സോ log r0/rt അല്ലെങ്കിൽ r et ഈസ് ഈക്വൽ ടു kt/2.303 എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് r/r0 ആണ്. നമുക്ക് ഗ്രാഫ് വരിക r0/rt അല്ലെങ്കിൽ അങ്ങനെയാണ് വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നേരെ തിരിച്ചിട്ടാണ്. ലോഗിനുള്ളിലെ ഭാഗം തിരിഞ്ഞുപോയി, ഇൻവേഴ്സ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പ്രകാരം ഈ ഗ്രാഫ് ശരിയായിരിക്കുമോ? അല്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രാഫുകൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. നോക്കിക്കേ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ എന്നാണ് ലോഗിന്റെ ഉള്ളിലെ ടേം വരേണ്ടത്. പക്ഷെ നമ്മുടെ ഗ്രാഫ് കൊടുത്തേക്കുന്നത് എങ്ങനെയാ? ഫൈനൽ കോൺസെൻട്രേഷൻ ബൈ ഇനിഷ്യൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന രീതി തന്നെ തെറ്റാണ്. സോ ഈ സെക്കൻഡ് ഗ്രാഫ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സെക്കൻഡ് ഗ്രാഫ് വിൽ ബി ഡെഫിനറ്റ്ലി റോങ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, ഇനി 2024 ജെഇ ക്വസ്റ്റ്യൻസും ഉണ്ട് ഗ്രാഫുകളെ ബേസ് ചെയ്ത്. നമുക്ക് ഒന്ന് രണ്ടെണ്ണം എടുത്തു നോക്കാം. ഈ ചോദ്യം നോക്കിയേ, ദ ടൈം ടേക്കൺ ഫോർ എ ടു ബിക്കം 1/4 ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് ട്വൈസ് ദ ടൈം ടേക്കൺ ടു ബിക്കം ഹാഫ് ഓഫ് ദ സെയിം. ഇതെന്താണ് ഈ പറയുന്നത്? എയുടെ കോൺസെൻട്രേഷൻ 4/1 ആകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അത് പകുതി ആകാൻ എടുക്കുന്ന സമയത്തിന് ഡബിൾ ആണ്. അപ്പോൾ എന്റെ ഓർഡർ എത്രയായിരിക്കും? നമുക്കറിയാം ഇനിഷ്യൽ കോൺസെൻട്രേഷൻ a0 ആണ് എങ്കിൽ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എങ്കിൽ ഹാഫ് ലൈഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ, ഹാഫ് ലൈഫ് എന്നുള്ള സമയം എടുത്തു കഴിഞ്ഞാൽ അത് പകുതി ആവും. പിന്നെ ഒരു ഹാഫ് ലൈഫും കൂടി എടുത്തു കഴിഞ്ഞാൽ അത് 1/4 ആവും. നോക്കിക്കേ, 1/4 ആവാൻ എടുക്കുന്ന സമയം 2 ടൈം ടി ഹാഫ്. 1/4 ആവാൻ എടുക്കുന്ന സമയം 2 ടൈം ടി ഹാഫ്. പകുതി ആവാൻ എടുക്കുന്ന സമയം ഹാഫ് ലൈഫ് ടി ഹാഫ്. അതേ കാര്യമല്ലേ പറയുന്നത്? The time taken for A to become 1/4 of the initial concentration is twice the time taken to become half of the same. എന്ന് പറഞ്ഞാൽ ഈ എൻറ്റയർ ഡാറ്റ പറയുന്നത് ഓർഡർ ഓഫ് എയുടെ ഓർഡർ എന്ന് പറയുന്നത്, അതായത് എന്റെ പവർ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെന്നാണ്. ദ ഓർഡർ ഓഫ് എ ഈസ് 1. ഇതാണ് നമ്മളോട് ഈ സ്റ്റേറ്റ്മെന്റ് 1ൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഇതാണ്. ഇനി ബിനെ പറ്റിയും പറയുന്നുണ്ട്. ഓൾസോ വെൻ ദ ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ടൈം. ബിയുടെ കോൺസെൻട്രേഷൻ ചേഞ്ചും ടൈമും പ്ലോട്ട് ചെയ്ത സമയത്ത് റിസൾട്ടിംഗ് ഗ്രാഫ് ഗീവ്സ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ് ആൻഡ് എ പോസിറ്റീവ് ഇന്റർസെപ്റ്റ് ഓൺ ദ കോൺസെൻട്രേഷൻ ആക്സിസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇനി ബിനെ പറ്റി നോക്കുകയാണെങ്കിൽ ബിയുടെ കോൺസെൻട്രേഷനും ടൈമും നമ്മൾ പ്ലോട്ട് ചെയ്യുക. കോൺസെൻട്രേഷൻ ഓഫ് ബി വേഴ്സസ് ടൈം പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡിക്രീസിംഗ് ഗ്രാഫ് വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ് എന്നാണ് പറയുന്നത്. എന്നിട്ട് അത് എക്സ് ആക്സിൽ എവിടെ പോയി ടച്ച് ചെയ്യുന്നുണ്ട് അത്രേ. ഇതല്ലേ പറയുന്നത്?
അപ്പൊ ഇത് എന്തിന്റെ ഗ്രാഫാ? കോൺസെൻട്രേഷൻ കണ്ടിന്യൂസ്ലി കുറഞ്ഞു വന്ന് അവസാനം 0യിൽ ടച്ച് ചെയ്യുന്നു. ഇത് ഏത് ഗ്രാഫാണെന്ന് നോക്കിയ മക്കളെ. ദിസ് ഇസ് നത്തിങ് ബട്ട് ദ സീറോ ഓർഡർ റിയാക്ഷൻ, നത്തിങ് ബട്ട് സീറോ ഓർഡർ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഡാറ്റ തന്നിരിക്കുന്നത് സീറോ ഓർഡറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ബിയുടെ പവർ എന്തായിരിക്കും? ദ പവർ ഓഫ് ബി വിൽ ബി 0. സോ നമ്മുടെ റേറ്റ് ലോ ഇക്വേഷൻ വരിക, റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ പവർ 1 ബി പവർ 0 എന്നായിരിക്കും വരിക. സോ ഓവറോൾ ഓർഡർ എത്രയായിരിക്കും? ഓവറോൾ ഓർഡർ 1+0, ഓവറോൾ ഓർഡർ വിൽ ബി 1. ഇവിടെ നമ്മൾ ഇൻറ്റീജർ ആയിട്ട് ഫില്ല് ചെയ്യേണ്ട ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അഗെയിൻ ബേസ്ഡ് ഓൺ ഗ്രാഫ്. നമുക്ക് ഒരു ബോണസ് ക്വസ്റ്റ്യൻ കൂടി എടുത്തേക്കാം. നോക്കുക, ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ച ഗ്രാഫുകളൊന്നുമല്ല ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചോദ്യം ഒന്ന് അനലൈസ് ചെയ്യാം, അതിനുശേഷം ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഹാവ് എ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. എ ഗിവിംഗ് P1, ബി ഗിവിംഗ് P2, സി ഗിവിംഗ് P3, ഡി ഗിവിംഗ് P4. ഇങ്ങനെ 4 റിയാക്ഷൻസ് ഉണ്ട്. ദ ഓർഡർ ഓഫ് ദ എബോവ് റിയാക്ഷൻസ് ആർ 1, 2, 3, 4. അതായത് ഒന്നാമത്തെ റിയാക്ഷന്റെ ഓർഡർ 1 ആണ്, അത് എത്രയാണെന്ന് നമുക്കറിയില്ല. രണ്ടാമത്തതിന്റെ 2 ആണ്, 3 ആണ്, 4 ആണ്. The following graph is obtained when log of rate versus log of concentrations are plotted. അങ്ങനെയാണെങ്കിൽ ഓർഡറുകളുടെ കറക്റ്റ് സീക്വൻസ് എന്താണെന്നാണ് ചോദ്യം. അതായത് ഏത് റിയാക്ഷന്റെ കേസിലാണ് ഓർഡർ കൂടുതൽ, ഡിക്കാണോ, ബിക്കാണോ, എക്കാണോ, സിക്കാണോ, ആ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഗ്രാഫ് പഠിച്ചിട്ടില്ല. ലോഗ് ഓഫ് റേറ്റ് വേഴ്സസ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ എന്നുള്ളൊരു ഗ്രാഫ് നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ജെഇ എക്സാം നമ്മളോട് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ളതാണ്. നമുക്കിവിടെ നോക്കിയേ, ലോഗ് ഓഫ് റേറ്റ് വേഴ്സസ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ റിലേഷനാണ് തന്നിരിക്കുന്നത്. റേറ്റിന്റെ റിലേഷൻ നമുക്ക് ഇങ്ങനെ അറിയാം, റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് പവർ എൻ. ഇങ്ങനെയല്ലേ? ഞാൻ രണ്ട് സൈഡിലും ലോഗ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും, ലോഗ് ഓഫ് റേറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് കെ ഇൻറ്റു ആർ പവർ എൻ. ലോഗരിതമിക് റൂളുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് ഓഫ് എ ഇൻറ്റു ബിനെ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എനിക്ക് എഴുതാം. അതുപോലെ ഈ ലോഗ് ആർ പവർ എന്നിനെ എനിക്ക് എൻ ലോഗ് ആർ എന്ന് കൂടി എഴുതിക്കൂടെ? അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും, ലോഗ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് കെ പ്ലസ് എൻ ലോഗ് ആർ എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ അൾട്ടിമേറ്റ്ലി ഉണ്ടാവുക. നോക്കിക്കേ, ഇതെല്ലാം ഒരു y ഈസ് ഈക്വൽ ടു സി പ്ലസ് എം എക്സ് എന്നുള്ള ഫോമിലല്ലേ നോക്കിയേ. y ഈസ് ഈക്വൽ ടു സി പ്ലസ് എം എക്സ്. നമ്മുടെ y ആക്സ് ആരാ? ലോഗ് ആർ. ഇന്റർസെപ്റ്റ് ആരാ? ലോഗ് കെ. സ്ലോപ്പ് ആരാ? ഓർഡർ. ആൻഡ് എക്സ് ആക്സിസ് ഇസ് ലോഗ് ആർ. നോക്കിയേ, ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ, ലോഗ് ഓഫ് റേറ്റ്. അപ്പൊ ഇവിടെ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പ് ഈസ് എൻ വാല്യൂ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എൻ ആണ്. അപ്പോ ഏറ്റവും കൂടുതൽ ഓർഡർ ഉള്ളത് ആർക്കാന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ഓർഡർ വാല്യൂ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും ഉണ്ടാവുക? ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉള്ളത്. സ്ലോപ്പ് ഈസ് നത്തിങ് ബട്ട് ഓർഡർ ഹിയർ. നമുക്ക് ആ ഒരു ഐഡിയ ആണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സ്ലോപ്പ് ഈസ് നത്തിങ് ബട്ട് ഓർഡർ. ഇവിടെ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉള്ള ഗ്രാഫ് ഏതാന്ന് നോക്കിയാൽ ദാറ്റ് വിൽ ബി ഡി, പിന്നെയോ ബി, പിന്നെയോ എ, പിന്നെയാണ് സി വരിക. സോ ഇതിന്റെ ഓർഡർ വരിക ഡി, ബി, എ, സി എന്ന് തന്നെയാണ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. 3 വിൽ ബി ദ കറക്റ്റ് ആൻസർ. സോ ഈ രീതിയിലുള്ള ഗ്രാഫിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കെമിക്കൽ കൈനറ്റിക്സ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. സോ ഐ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദി സെഷൻ. സോ താങ്ക് യു ഓൾ. സീ യു അഗെയിൻ.